പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലിയുള്ള CPM-CPI ഭിന്നത തുടരുമ്പോൾ മുന്നണി യോഗം പോലും ചേരാത്ത പ്രതിസന്ധിയിലാകുകയാണ് LDF. പ്രതിപക്ഷ ഉപനേതൃപദവി അടഞ്ഞ അധ്യായമല്ലെന്ന് ബിനോയ് വിശ്വം വീണ്ടും വ്യക്തമാക്കി. മുന്നണി ഉണ്ടാക്കിയത് CPI ആണെന്നും ബിനോയ് വിശ്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. എല്ലാ കക്ഷികളുമായിട്ടും CPI കുറ്റസൗഹൃദ ബന്ധമുണ്ട്. അവരുമായിട്ടെല്ലാം ഞങ്ങൾക്ക് സംസാരിക്കാൻ ബന്ധമുണ്ട്. ഞങ്ങൾ സംസാരിച്ചോളാം. ശ്യാമപ്രസാദ് ഉണ്ട്. ശ്യാമ, കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യം ബിനോയ് വിശ്വം പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ മുന്നണിക്കകത്ത് സമവായം ഉണ്ടാകുന്നില്ല, പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നതൊരു അടഞ്ഞ അധ്യായമല്ല എന്ന്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോഴും ആ കാര്യം ആവർത്തിക്കുകയാണോ? CPM-ന് മുന്നറിയിപ്പ് നൽകുകയാണോ? ഗൗതമ, CPM-ന് എന്തായാലും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് വീണ്ടും CPI നൽകിയിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ തട്ടിയുള്ള ആ ഒരു CPM-CPI ഭിന്നത LDF മുന്നണി യോഗം ചേരാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CPM-CPI ഒരു ഉഭയകക്ഷി ധാരണയിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയെങ്കിലും LDF കൺവീനർ TP രാമകൃഷ്ണൻ CPI ആസ്ഥാനത്തെത്തി ചർച്ചകൾക്ക് തുടക്കമിട്ടെങ്കിലും പക്ഷേ അതെല്ലാം അസ്ഥാനത്താകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുകയും ചെയ്തത്. അതായത് പുറത്ത് പറയാൻ പറ്റത്തക്ക ധാരണ ഉണ്ടായില്ലെന്നാണ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുകയും ചെയ്തത്. എന്തായാലും CPI പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ ഉപനേതൃ പദവി തങ്ങൾക്ക് കൂടിയേ തീരുമെന്നുള്ള നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച തന്നെ ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് CPM-ന് മുൻപിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ CPM കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവസാനം പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുകയും ചെയ്തിരിക്കുന്നു ഇക്കാര്യത്തിൽ അടഞ്ഞ അധ്യായമാണെന്നും CPIക്ക് യാതൊരു കാരണവശാലും CPI ഉപനേതാവ് പദവി വിട്ടു നൽകുന്നില്ലെന്നുള്ള ഒരു തീരുമാനം തന്നെയാണ്. ആ ഒരു തീരുമാനത്തിൽ രണ്ട് പാർട്ടികളും ഇത്തരത്തിൽ വിരുദ്ധാഭിപ്രായമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് LDF യോഗം പോലും ചേരാനാകാത്ത ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഇത്തരത്തിൽ വിരുദ്ധ നിലപാടുകളുമായിട്ടാണ് CPI മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും മറ്റ് ഒറ്റപ്പെട്ട സമരങ്ങളിലെല്ലാം തന്നെ CPI ഒറ്റയ്ക്കായി തീരുമാനമെടുക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ അത് CPM-നെയും കുഴക്കുന്നുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ ഈ ഒരു വിരുദ്ധ അഭിപ്രായമാണ് രണ്ടു പേർക്കുമിടയിൽ നിലകൊള്ളുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് മുന്നണി യോഗം പോലും ചേരാനാകാത്ത അവസ്ഥ LDF-ൽ ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇതിനിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് RJD, INL തുടങ്ങിയ ഘടകകക്ഷി നേതാക്കൾ കൂടി CPI-ക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് അഹമ്മദ് ദേവർഗൌൽ പറഞ്ഞിരിക്കുന്ന നിലപാട് ഘടകകക്ഷികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് LDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന തരത്തിലുള്ള നീക്കമാണ് അഹമ്മദ് ദേവർഗൌലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് CPI-യെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് INL-ഉം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഉപനേതാവ് പദവി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കീറാമുട്ടിയായി നിലനിൽക്കുകയാണ് LDF-ലെ മുന്നണി യോഗവും. ഗൗതം, ഓക്കെ ഏതായാലും LDF-നകത്ത് വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നത് വിട്ടുവീഴ്ചയില്ലാതെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.